ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലാണ് ഏറ്റവും ആദ്യം ഉണ്ടായ സ്വകാര്യ ചാനൽ, ദൂരദർശൻ കഴിഞ്ഞാൽ. അതൊരു ന്യൂസ് ചാനൽ എന്നുള്ളത് ഇന്നും അതിൻ്റെ പേര് എത്ര ചാനൽ വന്നിട്ടും അത് ഉയരത്തിൽ തന്നെ നിൽക്കുന്നു. ബാർ റേറ്റിങ്ങിലും മാർക്ക് റേറ്റിങ്ങിലൊക്കെ വളരെ മുന്നിൽ തന്നെയാണ്. അപ്പം അങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റിലെ വിനു ജോൺ എന്ന ഈ കവർ സ്റ്റോർ ചെയ്യുന്ന വളരെ പ്രമുഖനായിട്ടുള്ള, വേറെ ഒത്തിരി പേര് സുരേഷ് കുമാറും അബ്ജോദും ഒത്തിരി പേര് ചെയ്യാറുണ്ട്, എന്നാലും വിനു ജോൺ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹമാണ് വി കുഞ്ഞികൃഷ്ണൻ്റെ, പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. നേരത്തെ ഏരിയ സെക്രട്ടറിയൊക്കെ ആയിരുന്ന, സൊസൈറ്റിയിൽ അവിടെ സഹകരണ സംഘത്തിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്ന വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പാർട്ടിയിൽ നടന്ന അഴിമതിക്കെതിരെ, പ്രത്യേകിച്ച് ധൻരാജ് എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിക്കെതിരെയുള്ള ഫണ്ട് പിരിച്ചതിൽ അഴിമതിക്കെതിരെ ചോദ്യം ചെയ്യുകയും അദ്ദേഹം ആ കണക്കുകൾ എഴുതാൻ അവസരം കിട്ടിയപ്പോൾ അതിലെ കള്ളക്കണക്കുകൾ കണ്ടുപിടിക്കുകയും അത് പാർട്ടിക്കകത്ത് അദ്ദേഹം ചോദ്യം ചെയ്തെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി. ആ പുറത്താക്കി അദ്ദേഹം, പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പുസ്തകം എഴുതി. ജനങ്ങൾ പാർട്ടിയെ തിരുത്തണമെന്നുള്ള നിലയിലാണ് പുസ്തകം എഴുതിയത്. അങ്ങനെ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ പയ്യന്നൂരിൽ വെച്ച് വലിയ പുസ്തക പ്രകാശനമാണ് നടന്നത്. പക്ഷേ അദ്ദേഹം ഒരു ബൈറ്റ് കൊടുക്കാൻ തയ്യാറായി, ഒരു ഇൻ്റർവ്യൂ. പക്ഷേ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഏഷ്യാനെറ്റിനെ കൊടുക്കുകയുള്ളൂ, ബൈറ്റായിട്ട് ഇൻ്റർവ്യൂ ആയിട്ട് കൊടുക്കത്തുള്ളൂ. അത് ബിനു ജോൺ തന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറയുകയും, അത് ബിനു ജോണിനുള്ളൊരു ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം നമുക്ക്. ബിനു ജോൺ അത് ഇൻ്റർവ്യൂ ചെയ്യുകയും വലിയ ചർച്ച അത് ഉണ്ടാക്കുകയും പിന്നെ തുടർന്ന് വലിയ സപ്പോർട്ടാണ് ഈ CPM-നകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുക. CPM ആണോ കോൺഗ്രസ് ആണോ BJP, ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള പുഴുക്കുത്തുകളെ ഒരാൾ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ധാർമ്മിക പിന്തുണയും കൊടുത്ത് തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ വീഡിയോകളും മറ്റു കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനമൊക്കെ വലിയ പബ്ലിസിറ്റിയെ കൊടുത്ത് അങ്ങനെ ഏഷ്യാനെറ്റ് ഒരു സ്പോൺസർ ചെയ്തെന്ന് തന്നെ പറയാം. വിനു ജോണൊക്കെ പേഴ്സണലായിട്ട് അതിനകത്ത് ഒരുപാട് ഒരു ഇടപാടെടുത്തു. അതുകൊണ്ട് തന്നെ വിനു ജോണിന് വ്യക്തിപരമായി ഇതിനകത്ത് അഭിമാനിക്കാം, സന്തോഷിക്കാം. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിനും സന്തോഷിക്കാം. എന്തായാലും 50,000-ലധികം വോട്ടിൽ പിടിച്ച TV മധുസൂദനൻ ജയിച്ച CPM-ൻ്റെ കോട്ടയായിരുന്ന ഞാൻ ഈ ഇടയ്ക്ക് തളിപ്പറമ്പിൽ ഒരു പരിപാടിക്കും പോയിരുന്നു. അപ്പോഴൊക്കെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ TV മധുസൂദനൻ എന്ന് പറയുന്നത് ഒരു മുടിചൂടാ മന്നനാണ്, വലിയൊരാളാണ്. അതേസമയം വി കുഞ്ഞികൃഷ്ണനും ജനങ്ങളുടെ കുഞ്ഞികൃഷ്ണേട്ടനാണ്. കുഞ്ഞികൃഷ്ണൻ ചേട്ടന് അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത് ശരിയായില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ അദ്ദേഹം മനോഹരമായി അവിടെ ജയിച്ചിരിക്കുകയാണ്. 7,752 7,500 വോട്ടിന് ചെയ്യും. പക്ഷേ 7,500 വോട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 50,000 വോട്ട് മറ്റേ മധുസൂദനൻ പിടിച്ചിട്ടെങ്കിൽ ഇപ്പോൾ അതും കൂടി കവർ ചെയ്തിട്ടാണല്ലോ ഇവിടെ പിടിക്കാൻ. അപ്പോൾ ഒരു 57,000 വോട്ട് പിടിച്ചതിൻ്റെ എഫക്റ്റ് ഉണ്ട്, 60,000 വോട്ട് പിടിച്ചതിൻ്റെ എഫക്റ്റ് ഉണ്ട്. എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ കുഞ്ഞികൃഷ്ണൻ ജയിച്ചിരിക്കുന്നു. ഏഷ്യാനെറ്റിന് ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും പാർട്ടിയെ തിരുത്താൻ ജനങ്ങൾ തയ്യാറാകണമെന്നുള്ള ഒരു സാധാരണ പാർട്ടിക്കാരൻ്റെ വളരെ കൃത്യമായിട്ടുള്ള കളികൾ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ഇടപാടാണ് അവിടെ നടന്നത്. കുഞ്ഞികൃഷ്ണനും ബിഗ് സല്യൂട്ട്. താങ്കളും TK ഗോവിന്ദനും അതുപോലെ സുധാകരനുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. നിങ്ങളെല്ലാം ഇടതുപക്ഷക്കാരാണ്. KK രമ, CP ജോൺ, നിങ്ങളെല്ലാവരും ഇടതുപക്ഷക്കാരാണ്. അപ്പോൾ യഥാർത്ഥ ഇടതുപക്ഷം ആരാണ്, പിന്നെ ഇതുപോലെ കോർപ്പറേറ്റ് ഇടതുപക്ഷത്തിലേക്ക് പോയതാരാണെന്നൊക്കെയുള്ള വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ വലിയ ഉത്തരമാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും എന്തായാലും കുഞ്ഞികൃഷ്ണൻ വിജയിച്ചു എന്നറിയുന്നതിൽ സന്തോഷമുള്ള കാര്യമാണ്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, മധുസൂദനൻ തോറ്റുപോയത് കൊണ്ടോ CPM തോറ്റത് കൊണ്ടുള്ള സന്തോഷമല്ല, മറിച്ച് ഒരു തിരുത്തൽ ശക്തിയായി ഒരാൾ വരുമ്പോൾ ആ തിരുത്തൽ ശക്തികളെ ജനാധിപത്യത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഇനി തിരുത്തൽ ശക്തികൾ വരില്ല, അടിമകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളിലും ഉദ്യോഗ സംവിധാനത്തിലും അടിമകളല്ല ഉണ്ടാകേണ്ടത്, ഉടമകളെ ചോദ്യം ചെയ്യുന്ന തിരുത്തൽ ശക്തികളാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണന്മാർ, ഇനി 1000-കണക്കിന് കുഞ്ഞികൃഷ്ണന്മാർ ഓരോ പാർട്ടിയിലും ഉണ്ടാകണം, ഓരോ ബ്യൂറോക്രസിയിലും ഉണ്ടാകണം, ഓരോ സംവിധാനത്തിലും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായി വരുന്ന കുഞ്ഞികൃഷ്ണന്മാരെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ബാക്കി മാമാ ചാനലുകളും മാപ്ര ചാനലുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ചേട്ടന്മാർ ഇത് കണ്ട് പഠിക്കുകയും വേണം. ഞാൻ ഒരു ചാനലിനെയും ഉയർത്തിക്കാട്ടുവാനോ ഏഷ്യാനെറ്റിനെ പൊക്കി കാണിക്കുവാനോ മറ്റുള്ളവർ ഇകഴ്ത്തുവാനോ അല്ല പറയുന്നത്. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു തിരുത്തൽ ശക്തി കൂടിയായി നിൽക്കണമെന്നുള്ളതാണ്. ഒരുപക്ഷെ CPM-നെ തകർക്കാൻ അല്ലെങ്കിൽ CPM-ന് എന്തെങ്കിലും അടി കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുള്ള ഒരു നിഗൂഢ അജണ്ട വിനു ജോണിനോ ഏഷ്യാനെറ്റോ ഉണ്ടെന്ന് ആരെങ്കിലും ആരോപിച്ചാലും അങ്ങനെ ആരോപിച്ചോളൂ. ആ ആരോപിക്കുന്നതിലും ഒരു കാര്യമില്ല. കാരണം കാര്യം ഇങ്ങനെ തിരിച്ചാണല്ലോ നടന്നിരിക്കുന്നത്. കാര്യം നടന്നിരിക്കുന്നത് CPM-നെ തിരുത്തിക്കാൻ, പാർട്ടിയെ തിരുത്തിക്കാൻ, ഗോവിന്ദൻ മാഷിനെ തിരുത്തിക്കാൻ, CPM ജില്ലാ കമ്മിറ്റിയെ തിരുത്തിക്കാൻ, ജയരാജന്മാരെ തിരുത്തിക്കാൻ, പാർട്ടിയെ മൊത്തത്തിൽ തിരുത്തിക്കാൻ ഒരു കുഞ്ഞികൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൊച്ചു കുഞ്ഞികൃഷ്ണന്മാരാണ് എല്ലാ പാർട്ടിയുടെയും അന്തസ്സും സ്വത്തും
സ്വത്വമെന്ന് CPM തിരിച്ചറിയണം. അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയങ്ങൾ നമ്മുടെ MN വിജയൻ മാഷ് ചോദിച്ചതുപോലെ പറഞ്ഞതുപോലെ ഒരു കുട്ടി അധ്യാപകനോടോ ടീച്ചറോടോ ഒരു ചോദ്യം ചോദിച്ചാൽ ആ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞതുകൊണ്ട് ചോദ്യം അവിടെ നിൽക്കും അന്തരീക്ഷത്തിൽ എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞികൃഷ്ണൻ ഉയർത്തുന്ന ആ ധാർമ്മികത, കുഞ്ഞികൃഷ്ണൻ ഉയർത്തുന്ന ആ സ്വജനപക്ഷപാതമില്ലായ്മ, ആ ജനാധിപത്യം, ആ സോഷ്യലിസം, ആ മതേതരത്വം അതൊരാശയമാണ്. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. അത് അദ്ദേഹം സീറ്റ് കിട്ടാതെ CPMൽ നിന്ന് പിണങ്ങിപ്പോയി ഒരു സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചതല്ല. അതിനു പകരം ഒരു താൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് പുറത്തു പോലും പോകാതെ തനിക്കൊരു ചെറിയ സപ്പോർട്ട്, RSPയുടെ ഒരു സപ്പോർട്ട് കിട്ടി അദ്ദേഹത്തിന്. ആ സപ്പോർട്ടോടുകൂടി അദ്ദേഹം ജയിച്ചു. എന്തായാലും വലിയ രീതിയിലാണ് കണ്ണൂർ രാഷ്ട്രീയം മാറുന്നത്. അതൊരു തിരുത്തൽ പ്രക്രിയയാണ്. ആ തിരുത്തൽ പ്രക്രിയയ്ക്ക് അവിടെ TK ഗോവിന്ദനും പ്രത്യേകിച്ച് V കുഞ്ഞികൃഷ്ണനും കാരണഭൂതരായി എന്നുള്ളത് യഥാർത്ഥ കാരണഭൂതന്മാർക്കുള്ള ഒരു തിരിച്ചടിയാണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അങ്ങനെ ആഴത്തിലുള്ള വിശകലനം നടത്തി റാഡിക്കൽ ചേഞ്ചസ് എന്നൊക്കെ റാഡിക്കൽ മാറ്റമാണെന്നൊക്കെ ശങ്കരാടി ഭാഷയിൽ പറയാതെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് CPMന് അകത്തേക്കൊന്ന് നോക്കാൻ, കണ്ണ് തുറന്ന് നോക്കാൻ V കുഞ്ഞികൃഷ്ണൻ്റെ ഈ സ്ഥാനാർത്ഥിത്വവും V കുഞ്ഞികൃഷ്ണൻ്റെ ജയവും ഒരവസരമൊരുക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ അതൊരു പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ബാക്കിയുള്ള വേരുകളെങ്കിലും ഇവിടെ കാണും. അല്ലാതെ ഇതിൽ അഹങ്കരിച്ച് അർമാദിച്ച് കുഞ്ഞികൃഷ്ണൻ്റെ വീട്ടിലേക്ക് ആളെ അയച്ച് അദ്ദേഹത്തെ കായികമായും ശാരീരികമായും ഇല്ലായ്മ ചെയ്യാനും അദ്ദേഹത്തോട് കൂടുന്നവരെ അടിക്കാനും കൊല്ലാനുമാണ് നടക്കുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്കായിരിക്കും പോകുന്നതെന്ന് തിരിച്ചറിയുക. അക്രമ ഗൂണ്ടായുസ രാഷ്ട്രീയത്തിനൊന്നും കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനും ഈ കാലഘട്ടത്തിൽ ഒരു വിലയുമില്ല. രക്തസാക്ഷി ഫണ്ട് തിന്ന് മുടിച്ചതൊക്കെ ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ചെയ്ത വോട്ടിൻ്റെ ബാക്കി പത്രമാണ് കുഞ്ഞികൃഷ്ണൻ്റെ വിജയം. ഇനിയും ഒരുപാട് കുഞ്ഞികൃഷ്ണന്മാർ അകത്തുണ്ട്. അവർ പുറത്തു വരാതിരിക്കട്ടെ. അകത്ത് തന്നെ സ്വയം വിമർശനം നടക്കട്ടെ. ആത്മപരിശോധനയും സ്വയം വിമർശനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നവും കാതലുമെന്ന് സഖാക്കളെ നിങ്ങൾ തിരിച്ചറിയുക.